ഇപ്പത്തും ഗൈസ് നോക്ക് ഏതാ ടവർ ബ്രിഡ്ജ് എന്റെ മോനെ. അതെ ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലെ കുളിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത്? ഒരു ബോട്ട് യാത്രയൊക്കെയാണ്. നമ്മൾ ലണ്ടൻ കാറിലൂടെയും ബസ്സിലൂടെയും ട്രെയിനിലൂടെയും കണ്ടിട്ടുണ്ട്, പക്ഷേ നമ്മൾ വെള്ളത്തിലൂടെ കണ്ടിട്ടില്ല. അത് കാരണം ഇന്ന് നമ്മൾ ബോട്ട് യാത്രയ്ക്ക് പോവുകയാണ് ഗൈസ്. അതിനായി വന്നേക്കുന്നത് കട്ടിസാർക്ക് എന്ന സ്ഥലത്ത് ഊബർ ബോട്ട് സർവീസിൻ്റെ അടുത്താണ്. പുള്ളിക്കാരത്തൊരു കാര്യമൊക്കെ ചോദിച്ചറിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരത്ത് പറഞ്ഞു ഇവിടെ നമുക്ക് സൈറ്റ് സീയിങ്ങിനായിട്ട് ബോട്ടുണ്ട്, അതിന് ഏകദേശം 11 പൗണ്ടാണ് വരുന്നതെന്നും പറഞ്ഞു. പിന്നെ ഒന്നും നോക്കില്ല ഗൈസ്, നമ്മൾ നേരെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് നടന്നു. പിന്നെ പുള്ളിക്കാരത്തിൻ്റെ ടിക്കറ്റ് കാണിച്ച് സ്കാൻ ചെയ്ത് പൈസ പോയി. അധികം കണ്ടില്ലേ ഗൈസ്, ഏതാ വ്യൂ നോക്കുന്നത്? അവിടെ വെള്ളത്തിൽ കിടക്കുന്ന ബോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇതെന്താണ് ചെങ്കാറ് പോലെ ഇരിക്കുന്നത്? പിന്നെയാണ് സംഭവം കൊള്ളാട്ടോ. പിന്നെ അതിനകത്ത് കയറി പിന്നെ ഒരു എല്ലാ മുട്ടത്തലയിൽ നന്നാൻ ഏതാണ്ടോട്ട് വിളിച്ചു പോകുന്നുണ്ട്. സേഫ്റ്റി കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ബാറുണ്ട്, തേങ്ങയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ വള്ളം എടുത്തു, സോറി ഗൈസ്, ബോട്ട് എടുത്ത്. കണ്ടില്ല ഗൈസ്, എല്ലാവരും ചില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊക്കെ ചൂണ്ടിരിക്കണം. ഏതാ ലെവല് ബോട്ട് എടുത്തപ്പോൾ തന്നെ ആദ്യം കണ്ട ഇല്ലയുടെ കരക്കേറി ഒരു ബോട്ട് കിടക്കുന്നത്. ഇതെന്താണെന്ന് നോക്കിയപ്പോഴാണ് അത് സെയിലിന് വേണ്ടിയിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മേടിച്ചോട്ടെ ഗൈസ്. അങ്ങനെ നമ്മുടെ ബോട്ട് എടുത്ത് ആദ്യം കണ്ടത് തന്നെ നമ്മുടെ ടവർ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടിയാണ് ഗൈസ് പോകുന്നത്. ഇതിൻ്റെ മണ്ടയിൽ കൂടിയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കൂടി ഞാൻ ഇതുവരെ പോയിട്ടില്ല. എൻ്റെ മോനെ എന്നാ നോക്കി, എന്നെ വിലന്ന് നോക്കിക്കേ, എൻ്റെ പൊന്നെ എന്നാ വലുതാലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഏതോ ബ്രിഡ്ജ് ഗൈസ്, അതിൻ്റെ അടിയിൽ കൂടി അങ്ങനെ പിന്നെയും പോയി. ഒരേ ബ്രിഡ്ജ് ഇങ്ങനെ മാറി മാറി വന്നിട്ടിരിക്കും ഗൈസ്. ഇല്ലേ അടുത്ത ബ്രിഡ്ജ്. എന്ത് നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ അതിൻ്റെ അടിയിൽ കൂടിയൊക്കെ പോയി. എന്തോ നമ്മൾ ഇന്ന് എപ്പോഴും നമ്മൾ റോഡിൽ കൂടി പോയി പിന്നെ ഈ വെള്ളത്തിൽ കൂടി ഒരു പ്രത്യേക ഒരു സുഖം തോന്നിയായിരുന്നു ഗൈസ്. ഇത് ആൾക്കാരൊക്കെ നമ്മുടെ തലവഴി പോകുന്നത് കണ്ടോ? അടുത്ത ബ്രിഡ്ജ് പിന്നെയും വന്ന് ബ്രിഡ്ജുകളോട് ബ്രിഡ്ജ്, കൊതിയും മതി എല്ലാം തീർന്നു. പിന്നെ നമ്മുടെ ബോട്ടിൽ കയറുന്നതിന് മുന്നേ ഞാൻ ആദ്യം കണ്ട അമ്മച്ചി പറഞ്ഞായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ നല്ല ചില്ലായിരിക്കുന്നു. പറഞ്ഞതുപോലെ തന്നെ നല്ല തണുപ്പാട്ടോ ഗൈസ്. വെള്ളത്തിൽ കൂടി ആയതുകൊണ്ട് ഒരു രക്ഷയില്ല. പിന്നെ ആകെയുള്ള ആശ്വാസം എന്ന് പറഞ്ഞാൽ ആ സൂര്യൻ അടിക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ ലണ്ടൻ അതിൻ്റെ അടുത്തത് ലണ്ടനായി വെള്ളത്തിൽ കൂടി കണ്ടോ ഗൈസ്. പിന്നെ അതിൻ്റെ തൊട്ട് മുന്നെയാണ് ബിഗ് ബെൻ. ഇവിടെ ആട്ടോ നമ്മുടെ എൻഡിങ്ങും വന്നത്. ഇതിൻ്റെ സെക്കൻഡ് സ്റ്റോപ്പ് ആട്ടോ ഗൈസ്. ഫസ്റ്റ് സ്റ്റോപ്പ് വന്ന് ടവർ ബ്രിഡ്ജിൻ്റെ അവിടെയാണ്. അപ്പോൾ ഏകദേശം ഒരു 1 ഹവറിൻ്റെ അടുത്ത് ടോട്ടൽ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബോട്ട് യാത്ര ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഗൈസിലെ കരക്കടിപ്പിച്ച്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നേരെ ഇവിടെ നിന്ന് എഴുന്നേക്കുക, എല്ലാവർക്കും ഗുഡ് ബൈ ടാറ്റയൊക്കെ പറഞ്ഞങ്ങ് പോകും. പക്ഷേ ഇവിടെ ഇറങ്ങിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ബിഗ് ബെന്നിൻ്റെ അടുത്താട്ടെ. ഇവിടെയും കാണാൻ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ ഇറങ്ങിയിരുന്നെങ്കിൽ നേരെ ബിഗ് ബെന്നിൽ പോയി പിന്നെ മറ്റേ വെസ്റ്റ്മിൻസ്റ്റർ ആബിയിൽ പോയി ആ പാർലമെൻറ്റ്, നമ്മുടെ കുറേ പാർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ കണ്ട് ചില്ലായി മൂടായി അങ്ങനെ നടക്കുക. അപ്പോൾ ശരി ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.